നടി സുമലത അംബരീഷ് വൈകാതെ ബിജെപിയിൽ അംഗത്വമെടുക്കും. സീറ്റ് നിഷേധിച്ചെങ്കിലും ബിജെപിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുമലത. ഇനിയും മോദിക്ക് പിന്തുണയുണ്ടാകുമെന്നും നടി പറഞ്ഞു. മാണ്ഡ്യയിൽ അനുയായികളുടെ യോഗത്തിലാണ് സുമലതയുടെ ഈ പ്രഖ്യാപനം. സീറ്റ് നിഷേധിച്ചെങ്കിലും ബിജെപിക്കൊപ്പം തന്നെയെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടിയും എംപിയുമായ സുമലത. മാണ്ഡ്യയിൽ സിറ്റിംഗ് എംപിയായ സുമലത ഇക്കുറി അതേ സീറ്റിൽ ബിജെപിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ മാണ്ഡ്യ സീറ്റ് HD കുമാരസ്വാമിക്ക് നൽകാനാണ് നേതൃത്വം തീരുമാനിച്ചത്. സീറ്റ് നിഷേധിക്കപ്പെട്ടെങ്കിലും ബിജെപിക്കൊപ്പം തുടരാനാണ് സുമലത തീരുമാനിച്ചിരിക്കുന്നത്. മാണ്ഡ്യയിൽ കുമാരസ്വാമിക്കായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും സുമലത അറിയിച്ചു. 2019 തന്നെ സഹായിച്ച ബിജെപിയെ 2023 താൻ തിരികെ സഹായിച്ചു. ഇനിയും മോദിക്ക് പിന്തുണയുണ്ടാകും. JDS BJP സഖ്യത്തിനും പിന്തുണയുണ്ടാകുമെന്നും സുമലത പറഞ്ഞു. മാണ്ഡ്യയിൽ അനുയായികളുടെ യോഗത്തിലാണ് സുമലതയുടെ പ്രഖ്യാപനം. 2019 മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്ര എംപിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സുമലത. എംപിയും കന്നഡ സിനിമാ താരവുമായിരുന്ന ഭർത്താവ് അംബരീഷിന്റെ മരണത്തിന് പിന്നാലെയായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ്. JDSന് മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ JDS നേതാവായ കുമാരസ്വാമിയുടെ മകൻ നിഖിലായിരുന്നു അന്ന് മണ്ഡലത്തിൽ ഏവരുടെയും മുഖ്യ എതിരാളി. നിഖിലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് മണ്ഡലത്തിൽ നിന്നതോടെ അത് സുമലതയുടെ വിജയത്തിന് വഴിയൊരുക്കുകയായിരുന്നു. ഇക്കുറി BJP സീറ്റ് നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും JDS BJP സഖ്യം സുമലതയ്ക്ക് തിരിച്ചടിയായി. എങ്കിലും BJPക്കൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നടി. അതേസമയം ലോക്സഭാ സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുന്നവരുടെ പട്ടിക അവസാനിക്കുന്നില്ല. ബോക്സിംഗ് താരമായ വിജേന്ദർ സിംഗും കോൺഗ്രസ് വിട്ട് BJPയിലെത്തി. കോൺഗ്രസ് ഹരിയാനയിലെ ഭിവാനി മഹേന്ദ്രഗഡ് സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് വിജേന്ദർ സിംഗ് പാർട്ടി വിട്ടത്. രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന വിജേന്ദർ സിംഗ് 2019 കോൺഗ്രസിലെത്തിയത്. അതേ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജേന്ദർ സിംഗ് സൗത്ത് ഡൽഹിയിൽ നിന്ന് മത്സരിച്ചിരുന്നു. BJPയുടെ രമേശ് ബിധുരിയാണ് 2019 വിജേന്ദറിനെ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.